ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആണെങ്കിൽ പോയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുന്നൂർ സിംസ് പാർക്കിലാണെങ്കിൽ ഫ്രൂട്ട് ഷോ നടക്കുന്നത്. ഇന്നാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. എല്ലാവരും കൂടിയാണ് പോകുന്നത് എക്സെപ്റ്റ് ഇച്ചായൻ ആണെങ്കിൽ വർക്കിന് പോകണം, അതുകൊണ്ടാണ് ഇച്ചായൻ വരാത്തത്. എന്താണെന്നറിയില്ല, നല്ല ക്ലൈമറ്റ് ആണ്. ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എപ്പോഴും ഇവിടെ മഴയാണ് ഉണ്ടാവാറ്. ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാവുന്നില്ല എന്ന് വിചാരിച്ചു, പക്ഷെ ഗംഭീര തിരക്കായിരുന്നു. ഫൈനലി ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി. ഈ വർഷത്തെ ഫ്രൂട്ട് ഷോ ആണെങ്കിൽ ഡൈനോസറും ടീറെക്സും ഒക്കെ ആണെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും കൊണ്ട് വെച്ച് ഉണ്ടാക്കിയാണെങ്കിൽ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട, വെറൈറ്റി ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഊട്ടിയിൽ ഇവിടെ ആണെങ്കിൽ സീസൺ ടൈം ആകുമ്പോൾ ഞങ്ങൾ കൂടുതലും ഡോഗ് ഷോയും ഫ്ലവർ ഷോയും ആണ് കാണാൻ വരുന്നത്. ഇത് ഫ്രൂട്ട് ഷോ ഇതിപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് കാണാൻ വരാറ്. ഫ്രൂട്ട് ഷോ കാണാൻ വരാത്തത് മെയിൻ ബിഗ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംസ് പാർക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകണം. അത്യാവശ്യം താഴെ നടന്നു പോകാനുണ്ട്. കാണാൻ മാത്രം തന്നെ സിംസ് പാർക്ക് ഉണ്ട്. തിരിച്ചാണെങ്കിൽ ഇതേ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് വരുമ്പോൾ അതൊരു വലിയ ടാസ്ക് തന്നെ. അതും കുട്ടികളെ വെച്ചുകൊണ്ട് ഭയങ്കര പാടാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഓരോ സൈഡിൽ നിന്ന് കാണാൻ തുടങ്ങി. സിംസ് പാർക്കിന്റെ അകത്ത് തന്നെ വെറൈറ്റി ടൈപ്സ് ഓഫ് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് സ്റ്റോള്, സ്നാക്സ്, അതുപോലെ ഐസ്ക്രീം സ്റ്റോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് 2 പേർക്കും ഐസ്ക്രീം വേണമെന്നായി. ഒരു സ്റ്റോളിലാണെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പ്ലേറ്റ് ആണെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് മേടിച്ചു. അങ്ങനെ കുറേ ദൂരം താഴെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിഡ്സിന്റെ പ്ലേ ഏരിയ കണ്ടു. പ്ലേ ഏരിയ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് 2 കുട്ടികളും അവിടെ സ്റ്റക്കടിച്ച് നിൽക്കുകയായിരുന്നു. ഇച്ചൂട്ടനാണെങ്കിൽ സ്ലൈഡ് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ കിഡ്സ് പ്ലേ ഏരിയയിൽ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. 2 പേരും ആണെങ്കിൽ പോരാനാണെങ്കിൽ കൂട്ടാക്കുന്നേ ഇല്ലായിരുന്നു. പ്ലേ ഏരിയന്ന് ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ അടിച്ചു. ഇനി താഴേക്ക് പോയിട്ട് കുറച്ചും കൂടി കാണാൻ മാത്രമൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും വയ്യ താഴേക്ക് പോവാന്. കുട്ടികളെ 2 പേരെ ആണെങ്കിൽ വേറെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ടെന്ന് കൺവിൻസ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവർ 2 പേരെ അവിടെ നിന്ന് ഇറക്കിയത്. കുറച്ച് ദൂരം തന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും ആകെ ടയർഡായി. നിങ്ങളാണെങ്കിൽ ജുറാസിക് പാർക്ക് മൂവിയുടെ ആണെങ്കിൽ മെയിൻ ഗേറ്റ് കണ്ടിട്ടുണ്ടോ? ആ മെയിൻ ഗേറ്റ് ആണ് ചക്ക വെച്ചാണെങ്കിൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവിടുന്ന് ഡയറക്റ്റ് ഞങ്ങൾ ഷോപ്പിലേക്ക് പോയിട്ട് ഇച്ചായനെയും കൂട്ടിക്കൊണ്ട് രാമചന്ദ്ര റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു. ഭയങ്കര തിരക്കായിരുന്നു റെസ്റ്റോറൻറ്റിൽ. കുറേ നേരം ഞങ്ങൾ ക്യൂ നിന്ന് കഴിഞ്ഞിട്ടാണ് ഫൈനലി ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. ചൂട്ടനാണെങ്കിൽ കുറേ നേരം അവിടെ പാർക്കിലൊക്കെ കളിച്ചുകൊണ്ട് ആകെ ടയർഡായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ കുന്നൂർ മോഡീസിലേക്ക് പോയി. ചെന്നിട്ട് ഞങ്ങളാണെങ്കിൽ ഹോട്ട് ചോക്ലേറ്റും ബണ്ണും മേടിച്ചു. കുട്ടികൾക്ക് വേണ്ടി ഡോണറ്റും. ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. ഓരോ സാധനം മേടിക്കാൻ കുറേ നേരം നിൽക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് ആർക്കും ആണെങ്കിൽ ഹോട്ട് ചോക്ലേറ്റും ബണ്ണും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കുറേ പേരാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റോടായിരുന്നു മേടിച്ച് കഴിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഹൈപ്പ് കൊടുത്തൊരു സാധനമുണ്ട്, ഹോട്ട് ചോക്ലേറ്റ് വിത്ത് സ്ട്രോബെറി. അത് ഞങ്ങൾ മേടിച്ചു. ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എപ്പോഴെങ്കിലും കുന്നൂരോ ഊട്ടിയിൽ വരുമ്പോൾ മോഡീസിൽ കയറിയിട്ട് ഈ ഹോട്ട് ചോക്ലേറ്റ് വിത്ത് സ്ട്രോബെറി ആണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അങ്ങനെ അത് കഴിച്ച വശം തന്നെ ഞങ്ങളാണെങ്കിൽ പൈനാപ്പിൾ, സ്ട്രോബെറി, അതുപോലെ ബ്ലൂബെറിയുടെ കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ മോഡീസിൽ കുറേയൊക്കെ ഐറ്റംസ് ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലാണെങ്കിൽ ഡിന്നറൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നേരത്തെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നേരത്തെ ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. നാളെ ഞങ്ങളൊരു ട്രിപ്പിന് പോകുന്നുണ്ട്. നാളെ ആണെങ്കിൽ സൺഡേ ആയതുകൊണ്ട് ഇച്ചായനും വരാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ വഴിയെ ഞാൻ കാണിക്കുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.